അസ്സലാമലൈക്കും. ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സാഗോ ഡെസേർട്ട് ആയിട്ടാണ്. സാഗോ ഫ്രൂട്ട് ഡെസേർട്ട് എന്നും അതിനെ നമുക്ക് വിളിക്കാം. സാഗോനരി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടി, 1 കപ്പ് പഞ്ചസാര, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. മിൽമയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പശുവിൻ പാലായാലും നല്ലതാണ്. ഇനി നന്നായി പാൽപ്പൊടിയും പഞ്ചസാരയും ഈ പാലിലൊന്ന് ഇളക്കി അലിയിച്ചെടുക്കണം. ഈ കൊടും ചൂടിന് നമുക്ക് നോമ്പ് തുറന്ന ഉടനെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണിത് കേട്ടോ. ഇപ്പോൾ നന്നായി അലിഞ്ഞ് കിട്ടിയിട്ടുണ്ടത്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം ഇളക്കിയും കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കും. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കിയും കൊണ്ടിരിക്കുക. തീ ഓഫാക്കിയതിന് ശേഷം പിന്നെ 1/2 ലിറ്റർ വെള്ളം ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സാഗോനരി എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് കൊണ്ട് അത് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കട്ട പിടിക്കില്ല. ഇനി ഇത് മാറ്റി വെക്കുക. അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ കശകശയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. നന്നായി കുതിർന്ന് വരും. അങ്ങനെ ഇളക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കുക. ഇതിനിടയിൽ നമ്മൾ പാല് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ബാദം പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാൻ ഇതാ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഞെക്കി കൊടുത്താൽ പെട്ടെന്ന് തോല് പോകുന്ന കിട്ടും. പാല് ഫ്രിഡ്ജിൽ വെച്ചതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സാഗോനരിയാണിത്. നിങ്ങളൊക്കെ എന്താ ഇതിന് പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ കസകസ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സാഗോൺ ഡെസേർട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അതിന് ശേഷം അണ്ടിപ്പരിപ്പാണ് ചെറിയ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബദാം അരിഞ്ഞതാണിത്. പിന്നെ കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ഒരു നേന്ത്രപ്പഴം, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ടാണ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ആപ്പിൾ തോല് എത്തി അരിഞ്ഞെടുത്തതാണ്. മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത മാങ്ങ, പൊടിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിലിട്ടാൽ കേട്ടോ. എനിക്ക് മാങ്ങ എൻ്റെ കയ്യിലില്ല. പിന്നെ ബത്തക്കയാണിത്. ഇതൊരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. ഉറുമാകുമ്പോൾ എന്തൊക്കെ ഫ്രൂട്ടും നട്ട്സും നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. വാനില എസൻസ് ചേർത്താലും കുഴപ്പമില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നന്നായി യോജിപ്പിച്ച ശേഷം ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റും ഉള്ളൊരു സംഭവമാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.